ജാനകി ചേച്ചി, ചേച്ചി അളിയൻ ഇപ്പൊ അങ്ങോട്ട് പോരുത്. അതെന്താടാ? പൂജയ്ക്ക് അച്യുതൻ നമ്പ്യാരും വരും. അച്യുതൻ നമ്പ്യാരോ? അതെ, അയാളും പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെ അയാൾക്ക് നന്നായിട്ട് അറിയാം. അമൃതേച്ചിക്ക് ഇതൊക്കെ വരാൻ കാരണം നീയാ. കുമാരമായിട്ടുള്ള നിന്റെ കല്യാണം അത് ഞാൻ നടത്തും. എന്ത് വില കൊടുത്തും ഞാൻ നടത്തും. എന്തായാലും അമ്മു മോളെ, ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊങ്കലുണ്ടല്ലോ, അതേ മുത്തച്ഛനൊന്ന് രുചിച്ചു നോക്കണം. അയ്യോ അതെ ശ്രീ, നിന്നെ തിരുമേനി അന്വേഷിക്കണം. ഇപ്പൊ വരാവേ. ആ ആയിക്കോട്ടെ. ഞാനിതേ കൊണ്ടുവച്ചിട്ട് വരാം. ഇപ്പൊ വേദന കുറവുണ്ടോ മോളെ? ഈ വേദന കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷേ ചില വേദനകള് അത്ര പെട്ടെന്നൊന്നും മാറില്ല. എടാ കുമാരേ, എടാ നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഈ കല്യാണമെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. തലയാട്ടിയാ മാത്രം പോരാ. പൂജ നടക്കുന്ന വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ നീ കരിക്കുമായിട്ട് ചെന്ന് കയറരുത്, മനസ്സിലായേ? അതിന് കരിക്കണ എന്തൊരു കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. അതിനുള്ളിൽ എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞാ അവിടെ മുതൽ കുഴപ്പമാ. യോ, അവിടെ ചെന്നെങ്കിലും ഈ സാധനം കാറിൽ വെച്ചിട്ട് ഇറങ്ങണം. പൂജ കഴിയുന്നത് വരെ ഒരു തുള്ളി പോലും വേണ്ട. ആ മാളു നിന്റെ ഭാര്യയായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കേറിയാ പിന്നെ മഹാലക്ഷ്മിയുടെ വിളയാട്ടമായിരിക്കും എന്നാ ജോത്സ്യര് പറഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കിട്ടണം. നിന്റെ തനി സ്വഭാവം അവിടെ ചെന്ന് പുറത്തെടുക്കരുത്. ഈ വാഴ എല്ലാം കൂടി നശിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തോ അച്ഛൻ വല്ലതും പറഞ്ഞ? ഒന്നുമില്ല, കുടിച്ചോ? ആര് വിളിക്കുന്ന? രാമനുണ്ണി മാമച്ചി. പറയാമച്ചി, നിങ്ങൾ എവിടെയാ? എന്റെ മാമച്ചി ഒന്നും പറയണ്ട. ഞാൻ വിചാരിച്ച് നമ്മളെ മാളൂനെയും കൂട്ടി പുറത്തെവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊക്കെ പോയിരിക്കാന്ന് വിചാരിച്ചാണേ. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ എന്തിനു സംസാരിക്കാം മാമച്ചി? പൂജ നടക്കുന്ന വീടോ? അതേടാ, ശ്രീനാഥിന്റെ വീട്ടിൽ ഐശ്വര്യ പൂജയുണ്ട്. മാളു അവിടേക്ക് വരും. ജാനകി ചേച്ചി, ചേച്ചി അളിയൻ ഇപ്പൊ അങ്ങോട്ട് പോരുത്. അതെന്താടാ? പൂജയ്ക്ക് അച്യുതൻ നമ്പ്യാരും വരും. അച്യുതൻ നമ്പ്യാരോ? അതെ, അയാളും പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെ അയാൾക്ക് നന്നായിട്ട് അറിയാം. കുമാർ നിങ്ങളുടെ മകനാണെന്ന് മനസ്സിലായ ചേച്ചി പിന്നെ ഈ കല്യാണം നടക്കില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? കുമാറിനെ അയാൾക്ക് പരിചയമില്ലല്ലോ. പൂജയ്ക്ക് അവൻ ഒറ്റയ്ക്ക് പോട്ടെ. അല്ലെങ്കിൽ എന്നെ കണ്ട അങ്ങനെ മനസ്സിലാവൂലേ? എടാ, അതല്ലേ പറഞ്ഞത്. നിന്നെ കണ്ടിട്ടില്ല അയാള്. നീ ഒറ്റയ്ക്ക് പോയ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് വലിയ പ്രകടനമൊന്നും വേണ്ട, മര്യാദയ്ക്ക് നിൽക്കണം. കേട്ടല്ലോ? ഞാൻ അല്ലെങ്കിലും ഭയങ്കര ഡീസന്റ് അല്ലേ മാമച്ചി? ഓ, അതാ എന്റെ പേടി. ശരി ശരി, അവിടെ ചെന്നിട്ട് വിളിക്ക്. എടാ, എന്നാ ഞങ്ങളെ വീട്ടിൽ ഇറക്കിയിട്ട് നീ ഒറ്റയ്ക്ക് പൊയ്ക്കോ. ദേ, അവിടെ ചെന്നിട്ട് അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട. മാളുവിനോട് മര്യാദയ്ക്ക് പെരുമാറണം. പിന്നെ ഈ കരിക്ക് കാറിൽ തന്നെ ഇരിക്കണം. എടാ പൊന്നു മോനെ കുമാരേ, നിന്നോടൊരു കാര്യം പറയാം. ആ പെണ്ണ് നിന്റെ ജീവിതത്തിലെ മഹാലക്ഷ്മിയാ. വന്ന് കയറാൻ പോകുന്ന മഹാലക്ഷ്മിയെ നീ സെൽഫ് ഗോൾ അടിച്ച് തിരിച്ചുവിടരുത്. ഇല്ല. എന്നാ ഭാഗ്യം. ആ വണ്ടി തിരിക്ക്, നമുക്ക് ആദ്യം വീട്ടിൽ പോവാം.
ഇനി രണ്ടുപേരും വലത് കൈകൾ കോർത്തു പിടിക്കുക. ആ പിടിച്ചോ, പൂജ വൈകുന്നു. രണ്ട് ജീവിതങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സങ്കല്പമാണിത്. സന്തോഷത്തിലും സങ്കടത്തിലും ഈ കൈകൾ പരസ്പരം താങ്ങാവട്ടെ. ഇനി രണ്ടുപേരും ചേർന്ന് നെയ്യാഹൂതി അർപ്പിക്കാം. ഓം. സമർപ്പിച്ചോളൂ. അഗ്നിസാക്ഷിയായി ചേർന്ന ഈ ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകട്ടെ. ഇനി ഈ പൂക്കൾ രണ്ടുപേരും ഒരുമിച്ച് സമർപ്പിക്കുക. മനസ്സിലും ജീവിതത്തിലും ഒരുമ കുറയാതിരിക്കട്ടെ.